$60 മില്യൺ എന്നതൊരു ചെറിയ തുകയല്ല. ഒരു ചെറിയ രാജ്യത്തിൻ്റെ ഒരു വർഷത്തെ പ്രതിരോധ ബഡ്ജറ്റിൻ്റെ തുക, അതോ അതിൽ കുറവാണ്. $60 മില്യൺ അത്രയും വിലമതിക്കുന്ന ഒരു വിമാനത്തെക്കാൾ US നേവിക്ക് വലുത് തങ്ങളുടെ യുദ്ധക്കപ്പൽ തന്നെയാണ്, തങ്ങളുടെ വിമാനവാഹിനി കപ്പൽ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഹൂത്തികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ US ത്യജിക്കേണ്ടി വന്നത് $60 മില്യൺ ഒരു വിമാനം. ഇത്രയും വിലമതിക്കുന്ന ഒരു F-18 സൂപ്പർ ഹോർണറ്റ് യുദ്ധവിമാനം ഹൂതികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ US നേവിക്ക് ചെങ്കടലിൽ ഒഴുക്കിക്കളയേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഹൂതികളുടെ ആക്രമണ വീര്യത്തെ എത്ര കണ്ട് US സേന ഭയക്കുന്നു, അവർ നേരിടേണ്ടി വരുന്നു എന്ന് വ്യക്തം. അതെ, ലോക സൈനിക ചരിത്രങ്ങളിലെ ലോകമണ്ഡലങ്ങളിൽ ഏറ്റവും പുതിയൊരു അധ്യായമാണ് ഒരു അമേരിക്കൻ വിമാനവാഹിനി കപ്പലിൽ നിന്നും അവരുടെ തന്നെ ഒരു വിമാനം വഴുതി കടലിലേക്ക് വീഴുക എന്നത്, അതും ചെങ്കടലിൽ. ഒരു സൈനിക ദൗത്യത്തിൽ പറന്നുകൊണ്ടിരിക്കുകയല്ല ഈ അപകടമെന്നതും ശ്രദ്ധേയമാണ്. അമേരിക്കൻ നാവികസേനയുടെ F-18 സൂപ്പർ ഹോർണറ്റ് യുദ്ധവിമാനം ചെങ്കടലിൽ വീണത് യമനിലെ ഹൂതികളുടെ കനത്ത റോക്കറ്റ് ആക്രമണത്തെ തടയുന്നതിനിടെയാണ്. ഹൂതികളുടെ റോക്കറ്റ് ആക്രമണം കനത്തപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ USS ഹാരി ട്രൂമാൻ എന്ന വിമാനവാഹിനി കപ്പൽ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവിച്ചത്. ഇൻകമിംഗ് മിസൈലിൽ നിന്നുള്ള രക്ഷപ്പെടൽ നടപടിക്കെതിരെ കപ്പൽ അതിവേഗം ഒരു യൂട്ടേൺ എടുക്കുകയായിരുന്നു. പെട്ടെന്നുള്ള ഈ തിരിവിൽ കണ്ണടച്ച് തുറക്കാൻ പോലും സമയം കിട്ടുന്നതിനിടെ അതിൻ്റെ ഡോക്കിൽ പാർക്ക് ചെയ്തിരുന്ന F-18 സൂപ്പർ ഹോർണറ്റ് അത്യാധുനിക യുദ്ധവിമാനം വഴുതി ചെങ്കടലിലേക്ക് പതിക്കുകയായിരുന്നു. ആ വിമാനം ഇപ്പോഴും ചെങ്കടലിൻ്റെ അടിത്തട്ടിലുണ്ട്. അമേരിക്കയ്ക്ക് മൊത്തം നാണക്കേടായ ഈ സംഭവം നടന്നിട്ട് 2 ദിവസം കഴിഞ്ഞെങ്കിലും ഹൂതികളുടെ കനത്ത ആക്രമണം നേടാനാകാതെ ആ വിമാനത്തിൻ്റെ അടുത്തെങ്ങും എത്താൻ പോലും US നേവിയുടെ വിദഗ്ധർക്ക് പോലും സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. നഷ്ടം $60 മില്യൺ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറു രാജ്യത്തിൻ്റെ വാർഷിക പ്രതിരോധ ബജറ്റിനോളം വരും ഈ തുക. നഷ്ടമായതൊരു സാധാരണ യുദ്ധവിമാനവുമല്ലെന്ന് ഓർക്കണം. സൂപ്പർ ഹോർണറ്റ് അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകത്തിന് മൊത്തത്തിൽ വിലമതിക്കാനാകാത്ത അഭിമാനകരമായൊരു വിമാനമാണ്. അതുപോലെ ലോകത്തെ ഏറ്റവും മുൻനിര വിമാനം കൂടിയാണ്. അവിടെ കൊണ്ട് തീരുന്നില്ല. US യുദ്ധ വിമാനവാഹിനി കപ്പലിൻ്റെ പക്കൽ നിന്നുണ്ടായ അപകടമാണെങ്കിലും വിമാനം ചെങ്കടലിൽ അതിൻ്റെ ക്രെഡിറ്റ് എടുത്തത് ഹൂതികൾ ഏറ്റെടുത്ത് അവരത് ലോക ശ്രദ്ധയിൽ എത്തിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, 4 മാസം മുമ്പും ഇതേ വിമാനവാഹിനി കപ്പലിൽ നിന്നും അമേരിക്കൻ നാവികസേനയ്ക്ക് മറ്റൊരു F-18 ഹോർണറ്റ് യുദ്ധവിമാനം നഷ്ടമായിരുന്നു. അതും ഒരു സൗഹൃദ ഫയറിംഗ് പരിശീലനത്തിനിടെ അബദ്ധത്തിലൊരു മിസൈൽ വന്ന് പതിച്ച്. ഇതോടെ 4 മാസത്തിനിടെ US നേവിക്ക് നഷ്ടം $120 മില്യൺ 2 ഹോർണറ്റ് വിമാനങ്ങൾ. പക്ഷേ അവിടെ കൊണ്ട് പോലും തീരുന്നില്ല ചെങ്കടലിലെ US വ്യോമസേനയുടെ നഷ്ടം. ഹൂതികൾ US സൈന്യത്തിന് കനത്ത നാശനഷ്ടമുണ്ടാക്കുന്നത് തുടരുകയാണ്. കഴിഞ്ഞ 6 ആഴ്ചയ്ക്കുള്ളിൽ ഹൂതികൾ 7 MQ-9 റീപ്പർ ഡ്രോണുകളാണ് വെടിവെച്ച് വീഴ്ത്തിയത്. നിസ്സാരമല്ല ഈ MQ-9 റീപ്പർ ഡ്രോണുകൾ. ഓരോ ഡ്രോണിനും കുറഞ്ഞത് $30 മില്യൺ വില വരും. എങ്കിലും ഹൂതി ശക്തി കേന്ദ്രങ്ങളും അവിടെ വെടിക്കോപ്പുകളും ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് US യമനിൽ ഡ്രോണുകൾ ഇറക്കി ആക്രമണം തുടരുന്നത്. ഇതുവരെ 500-ലധികം ലക്ഷ്യസ്ഥാനങ്ങളിൽ തങ്ങൾ ആക്രമണം നടത്തിയെന്നാണ് US അവകാശപ്പെടുന്നത്. തൊട്ടു പിന്നാലെ US-നൊപ്പം UK സൈന്യവും ചേർന്നിട്ടുണ്ടായിരുന്നു ഹൂതികൾക്കെതിരായ അവരുടെ കേന്ദ്രങ്ങളിൽ കനത്ത ബോംബാക്രമണം നടത്താൻ. ഹൂതികളുടെ ശക്തി കനത്തതാണെന്ന് ഇപ്പോൾ US-ന് കാര്യം മനസ്സിലായി കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ തങ്ങളുടെ വിലപ്പെട്ട സൂപ്പർ ഹോർണറ്റ് വിമാനം ചെങ്കടൽ കൊണ്ട് കളഞ്ഞതിൽ ഇനി US നേവി സമാധാനം പറയേണ്ടി വരും. 1 അല്ല 2 എണ്ണമാണ് 4 മാസത്തിനിടെ US നേവിക്ക് നഷ്ടമായിരിക്കുന്നത്. അപ്പോഴും അമേരിക്കയുടെ ന്യായീകരണം വരും. തങ്ങളുടെ USS ഹാരി ട്രൂമാൻ വിമാനവാഹിനി കപ്പൽ ഇപ്പോഴും ചെങ്കടലിൽ ഹൂതികൾക്കെതിരായ ആക്രമണത്തിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട് എന്ന്. സംഭവിച്ച നാണക്കേട് മറച്ചു വയ്ക്കാൻ എന്തായാലും ഹൂതികൾ അനുവദിച്ചില്ല. അവരത് ലോകം മുഴുവൻ കൊട്ടിഘോഷിച്ചു. തങ്ങൾ അമേരിക്കയുടെ $60 മില്യൺ സൂപ്പർ ഹോർണറ്റ് വിമാനം ചെങ്കടലിൽ താഴ്ത്തിയെന്നത്. എന്തായാലും US നിഷേധിച്ചാലും അതൊരു അബദ്ധമാണെന്ന് US നേവിയുടെ തലപ്പത്തുള്ളവർ പറഞ്ഞാലും അത് ഹൂതികളുടെ ഒരു വിജയം തന്നെയാണ്. US-ൻ്റെ $60 മില്യൺ ലോകത്തെ നമ്പർ 1 വിമാനം മുക്കിക്കളയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക.
ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.